വീണ്ടും ഉമ്മയും ഉപ്പയും ആകാൻ പോകുന്നു എന്ന ശുഭപ്രതീക്ഷയുമായി കാത്തിരുന്ന ടി ഫാമിലിയിലെ ഷെമി ഷെഫി ദമ്പതികൾക്ക് മാതാപിതാക്കളായ ആരും കേൾക്കരുതേ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥ വന്നു ചേരുകയായിരുന്നു. മൂത്ത മകൾക്ക് കളിക്കൂട്ടുകാരിയാവേണ്ട അനുജത്തി പിറന്നയുടനെ ഈ ലോകം വെടിഞ്ഞു. ആറ്റുനോറ്റു കാത്തിരുന്ന കൺമണിയെ നഷ്ടമായ വിവരം ഒരു വരിയിൽ ഒതുക്കി ഷെഫി ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തിരുന്നു. എല്ലാവരും കുഞ്ഞിനായി ദുആ ചെയ്യണം എന്നായിരുന്നു ഷെഫി വിനീതനായി അഭ്യർത്ഥിച്ചത്. താനും ഭാര്യയും ദുഃഖാർത്തരായി ഇരിക്കുന്ന ഒരു ചിത്രത്തിനൊപ്പമായിരുന്നു പോസ്റ്റ്. ഈ പോസ്റ്റിന് കീഴിൽ നിരവധി പേരാണ് ഷെമിയെയും ഷെഫിയെയും സാന്ത്വനിപ്പിക്കാൻ എത്തിച്ചേർന്നത്. എല്ലാം തരണം ചെയ്യാൻ പടച്ചോൻ കരുത്ത് തരും എന്നായിരുന്നു പല കമൻറ്റുകളുടെയും ആകത്തുക. അതിനുശേഷം ദിവസങ്ങളോളം ആ പ്രൊഫൈൽ അനക്കമില്ലാതെ തുടർന്നു. പിന്നെ ഷെഫി വീണ്ടും വന്നു. ലേബർ റൂമിൻ്റെ മുന്നിൽ മറ്റു കുടുംബാംഗങ്ങൾ അവരുടെ കുഞ്ഞിനായി കാത്തുനിന്നപ്പോൾ താൻ നേരിട്ട വേദനയെ അതിൻ്റെ എല്ലാ തീവ്രതയോടുകൂടിയും ഷെഫി പറഞ്ഞു തീർത്തു. ലേബർ റൂമിന് പുറത്തെ അച്ഛന്മാർ ഉൾപ്പെടുന്ന കാത്തിരിപ്പുകാർ എല്ലാം പ്രതീക്ഷിച്ചത് തങ്ങളുടെ കൈക്കുഞ്ഞിനെയെങ്കിൽ താൻ സ്വന്തം കുഞ്ഞിൻ്റെ മയ്യത്ത് ഏറ്റുവാങ്ങാൻ കാത്തു നിൽക്കേണ്ടി വന്നു എന്ന് ഷെഫി. ഇത്രയും പറഞ്ഞതും ഷെഫിയുടെ കണ്ണുനീർ അണപൊട്ടിയൊഴുകി. ഭാര്യ ഷെമി പ്രസവശേഷം ഇതുവരെയും പ്രേക്ഷകരുടെ മുന്നിൽ വരാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഈ പറഞ്ഞതിനും ഷെഫി കേൾക്കേണ്ടി വന്നത് പഴികളുടെ പൂരമാണ്. ഈ കുടുംബത്തിന് വിമർശനമെന്നാൽ പുത്തരിയല്ല എന്ന് വേണം പറയാൻ. തന്നേക്കാൾ പ്രായമുള്ള ഷെമിയെ ഭാര്യയാക്കി എന്നതാണ് ഷെഫി ഏറ്റുവാങ്ങേണ്ടി വന്ന കല്ലേറുകളുടെ പ്രധാന കാരണം. ഷെമിയാകട്ടെ മുൻപൊരു വിവാഹത്തിൽ നിന്നും മോചനം നേടി 10 വർഷങ്ങൾക്കു മേലെ തനിയെ ജീവിച്ച സ്ത്രീയും 2 പെൺമക്കളുടെ അമ്മയും. ഷെഫി വന്നതും ഷെമിക്കു വീണ്ടും ഒരു കുടുംബജീവിതത്തിന് തുടക്കമാവുകയായിരുന്നു. അധികം വൈകാതെ ഇവർ മൂത്ത മകളുടെ അച്ഛനമ്മമാരായി. ജീവിതം സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിക്കുന്ന ഇൻഫ്ലുവൻസർമാരുടെ ഇടയിലും ഇവർ ശ്രദ്ധേയരായി. ഉമ്മയും മകനുമാണ് എന്നുപോലും കളിയാക്കിയവർക്ക് മറുപടി കൊടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മയ്യത്ത് ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ഷെഫി പറഞ്ഞ വീഡിയോയിൽ ദുഃഖം നിറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സംഗീതം കൂടിയുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ മരണവാർത്തയിൽ പശ്ചാത്തല സംഗീതമിട്ട് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തു എന്ന പേരിൽ വന്ന വിമർശനത്തിന് മറുപടി പറഞ്ഞത് ഷെഫിയല്ല, ആ വീഡിയോ എഡിറ്റ് ചെയ്ത മുബാസാണ്. മുബാസിൻ്റെ വാക്കുകൾ: അവൻ്റെ എല്ലാ വീഡിയോ എടുക്കുമ്പോഴും അത് എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ ഹാപ്പി ആയിട്ടേ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും എന്നെക്കൊണ്ട് നല്ലപോലെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ വീഡിയോ പബ്ലിക് ആക്കുന്നതും പോസ്റ്റ് മെയിൻ്റനൻസ് ചെയ്യുന്നതുമൊക്കെ ഞാനാണ്. നിങ്ങൾ അയക്കുന്ന കമൻറ്റ് ഏത് രീതിയിലുള്ള എത്ര മോശമായ കമൻറ്റാണെങ്കിലും അത് അവരെ ബാധിക്കുകയില്ല, എഡിറ്റർ മുബാസ് വ്യക്തമാക്കി. എന്നാൽ മുബാസ് പറഞ്ഞത് എത്ര പേർ കാര്യമായി കണ്ടു എന്നറിയില്ല. പലരും ഈ കമൻറ്റിന് നിർബന്ധ വിമർശനം ഉയർത്തുന്നുണ്ട്. 2,34,000 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഉടമകളാണ് ടി ഫാമിലി.